ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലോങ് ഒന്നുമില്ല, നിങ്ങൾക്ക് മടുക്കാത്ത രീതിയിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് താമസിക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാൻ എന്താ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെപ്പോലെ തന്നെയുള്ളൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ പുറത്തൊന്നും ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സമയങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു എക്സ്ട്രാ ഏണിങ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യണ വുമൻസിൻ്റെ കാര്യം കൂടിയാണ് കേട്ടോ ഞാനിത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വെച്ചാൽ വർക്ക് ചെയ്യണ ആൾക്കാർക്കാണെങ്കിൽ പോലും എക്സ്ട്രാ ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാലും സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴികൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അതിലൊന്നാണ് യൂട്യൂബ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ യൂട്യൂബിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലും ഒരുപാട് എന്താ പറയുക, എക്സ്ട്രാ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് തന്നെ എല്ലാ ആൾക്കാർക്കും ഫേസ്ബുക്ക്, ഒട്ടുമിക്ക ആൾക്കാർക്കും ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ അക്കൗണ്ട് വഴി അല്ലാതെയും നമുക്കൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ, അതിന് വേണ്ടി ഇനിയിപ്പോൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് എടുക്കാം. എന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഇതേ ഇപ്പം ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, മേലെയല്ല, നിങ്ങൾ നോക്കിയാൽ മതിയേ. അപ്പോൾ അതേ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ അക്കൗണ്ട് പ്രൈവറ്റ് മോഡ് മാറ്റിയിട്ട് അതൊരു പ്രൊഫഷണൽ മോഡിലോട്ട് ആക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ എന്താ പേജിലോട്ട് പോകുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ പ്രൊഫൈലിൻ്റെ പേജിലോട്ട് നമ്മളെടുത്ത് ബാക്ക് അടിച്ചെടുക്കുമ്പോഴത്തേക്കും അവിടെ ഡാഷ്ബോർഡ് എന്നുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്താ കണ്ടൻറ്റ്, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയസ് അതിൻ്റെ മേലെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ അവിടെ സൈഡിലായിട്ട് ഒരു പ്ലസ് എന്നുള്ളൊരു സംഭവം കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസോ ഫോട്ടോസോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതിലൂടെ അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഫസ്റ്റ് പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ സൈഡിലായിട്ടൊരു ഒരു സ്ക്വയറിലൊരു ഇത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ അല്ലെങ്കിൽ പേജിൽ നമ്മൾ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അപ്ലോഡ് ആക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷനാണ് കേട്ടോ. ഈ മോണിറ്റൈസേഷൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫേസ്ബുക്ക് നമുക്ക് വീക്ക്ലി തോറും ഓരോരോ ടാസ്കുകൾ തരും. അതായത് ഇപ്പോൾ ഒരു 30 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, ഒറിജിനൽ കണ്ടൻ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറീസ് ഒരു 15 ഇടുക, ഒരു 15 അല്ലെങ്കിൽ ഒരു 17 റിപ്ലൈസ് കമൻസ് ആയിട്ട് കൊടുക്കുക. അതായത് ഇമോജീസ് കാര്യങ്ങളൊന്നും ഒന്നുമല്ല, അല്ലാതെ തന്നെ നമ്മൾ എഴുതി റിപ്ലൈസ് കൊടുക്കുക. ഇങ്ങനെ ഓരോരോ വീക്കിലി, അതായത് ഒരു സൺഡേ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അടുത്ത മൺഡേ ആയിട്ട് അവരിങ്ങനെ ഓരോരോ ടാസ്കുകൾ നമുക്ക് തരും. അപ്പം പരമാവധി നമ്മളതെല്ലാം നമുക്ക് പറ്റുന്നത് പോലെ നമ്മളതെല്ലാം സ്കോർ ചെയ്യാനായിട്ട് നോക്കുക. അതായത് നമുക്ക് പറ്റുന്ന പോലെയെല്ലാം ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് ഒന്നാമത്തെ എലിജിബിലിറ്റിയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഓൺ കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. മറ്റുള്ള ഒരാളുടെ പേജിൽ പോയിട്ട് അവരുടെ മാനറിസംസ് എല്ലാം കോപ്പി ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ എന്താണ് ഓഡിയോസ് കൂടുതൽ ഇടാണ്ട്, സോങ്സ് കാര്യങ്ങൾ അത് കൂടുതൽ ഉൾപ്പെടുത്താതെ, അതുപോലെ AI ഇമേജസ് അതൊന്നും കൂടുതൽ ഉൾപ്പെടുത്താതെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള വോയിസ് വെച്ചിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് എല്ലാം കട്ടായി പോകും. അപ്പം ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഓൺ വോയിസ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരമാവധി ഫേസ്ബുക്കിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ പ്രൈവറ്റ് മോഡ് മാറ്റിയിട്ട് പബ്ലിക് ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തിയിട്ട് നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഈ ഒരു
കണ്ടൻറ് മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന കൂട്ടുകാരെ തിരിച്ച് ഫോളോ ചെയ്യും. അവർക്ക് വേണ്ട കമൻസ് കാര്യങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ അറിയിക്കുകയും കൂടി ചെയ്യുക. അതായത് അവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഫുള്ള് ഇരുന്ന് കണ്ടിട്ട് അവർക്ക് നമ്മൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഷെയർ ചെയ്യേണ്ട കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അങ്ങനെ അവരെയും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചും കൂടെ അവരുടെ അടുത്തുനിന്ന് സപ്പോർട്ടുകൾ കിട്ടും. നമുക്ക് ഒരുപാട് റീച്ചിലെത്താനായിട്ട് സാധിക്കും. അപ്പം അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് ഒരുമാതിരി നമുക്ക് ഒരു 3-4 മാസം കൊണ്ട് തന്നെ റീച്ച് ആകാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഗ്രൂപ്പുകളിൽ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇനി മുതൽ ഓരോ വീഡിയോസും ഫോട്ടോസും അപ്ലോഡാക്കി നോക്കട്ടോ. അപ്പോൾ അപ്ലോഡാക്കി നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും. നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് എത്രത്തോളം വ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അതുപോലെ വീട്ടു ജോലികളല്ലാതെ വേറൊരു പുറത്ത് പോയിട്ട് ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത സുഹൃത്തുക്കൾക്കും ഇതൊരു നല്ല ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു നല്ല മാർഗം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി വൈകണ്ട, ഇന്നു മുതൽ തന്നെ നിങ്ങൾ തുടങ്ങുക. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം മറന്നുപോകാതെ ശ്രദ്ധിക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.